ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ടാക്സ് ടെയിൽസ് ബൈ SES. ഞാൻ മിഥുൻ, എൻ്റെ കൂടെ ടിം ഉണ്ട്. ഇപ്പോൾ ടാക്സ് സീസൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ITR ഫോംസിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ ടൈപ്പ് ഫോംസ് ആണുള്ളത്, ആരൊക്കെ ഏത് ടൈപ്പ് ഫോംസ് ആണ് ചൂസ് ചെയ്യേണ്ടത്, അതിനെ പറ്റിയുള്ള ഒരു ഡിസ്കഷൻ ആയിരിക്കും നമ്മളിന്ന് മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ITR 1 നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ITR 1? ആരൊക്കെയാണ് ITR 1 ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ITR 1 ചൂസ് ചെയ്യേണ്ട ഒരു റെസിഡൻ്റൽ ഇൻഡിവിജ്വൽ ടോട്ടൽ ഇൻകം 50 lakhs താഴെയാണെങ്കിൽ ITR 1 ചൂസ് ചെയ്യാം. ഇനി ആർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സാലറീഡ് പേഴ്സൺ, ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തികൾ, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സ് എന്ന് പറയുന്നത് FD ഇൻട്രസ്റ്റുകൾ, SB ഇൻട്രസ്റ്റുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കമ്മീഷൻസ് കിട്ടുക, കോമ്പൻസേഷൻസ് കിട്ടുന്ന ആൾക്കാരാണ് ഈ ITR 1 ചൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ ലീഗലായിട്ടുള്ള ഗാംബ്ലിംഗ് ഉണ്ട്, ഹോഴ്സ് റേസിംഗ് ഉണ്ട്, അതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിൽ വരുന്ന പാർട്ടാണ്. പക്ഷേ അങ്ങനെയുള്ള കേസസിൽ ITR 1 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് 50 ലക്ഷം വരെ ടോട്ടൽ ഇൻകം ഉള്ള ആളുകൾക്ക് മാത്രമേ ITR 1, അതും റെസിഡൻ്റൽ ഇൻഡിവിജ്വൽ ആയിരിക്കണം, മാത്രമേ ITR 1, അല്ലെങ്കിൽ ഈ ITR 1 തന്നെ നമുക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ പറയുന്ന സഹജ് എന്ന പേരിലും അറിയപ്പെടുന്നതാണ്. ഈ പറയപ്പെടുന്ന വ്യക്തികളാണ്, അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന ഇൻകം ഉള്ള വ്യക്തികളാണ് ITR 1 എപ്പോഴും ചൂസ് ചെയ്യുന്നത്. അതെ, എനിക്കിപ്പോൾ ഞാനൊരു സാലറിഡ് പേഴ്സൺ ആണ്, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തന്നെ എനിക്ക് അഗ്രികൾച്ചറൽ ഇൻകം ഉണ്ടെങ്കിൽ, അതെ, അതിനകത്ത് ഒരു കാര്യം കൂടെ പറയുന്നത്, അഗ്രികൾച്ചർ ഇൻകം അപ് ടു 5,000 ആണെങ്കിൽ, 5,000 അതെ, 5,000 ആണെങ്കിൽ നിങ്ങൾക്ക് ITR 1 ചൂസ് ചെയ്യാം. 5,000 കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഗ്രികൾച്ചർ ഇൻകം ITR 1 ഡിസ്ക്ലോസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. 5,000 മുകളിലോട്ടാണ് വരുന്നതെങ്കിൽ ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ് ടു 5,000 ആണ് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അതേപോലെ നമുക്കിപ്പോൾ ഒരു ലോട്ടറി വല്ലതും അങ്ങനത്തെ ഇൻകമോ? അതെ, അതാണ് ഞാൻ നേരത്തെ അത് പറഞ്ഞത്. ലോട്ടറി ഇൻകവും ലീഗലായിട്ടുള്ള ഗാംബ്ലിങ്സ്, അത് പറയുന്നതൊക്കെ ഇൻകം ഫ്രം അതർ സോഴ്സിലെ എക്സ്ക്ലൂഡഡ് ആണ്. ITR 1 അവർക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. നമുക്ക് ആർക്കൊക്കെയാണ് ഇപ്പോൾ ITR 1 ചൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു സാലറീഡ് ആയിട്ടുള്ള ബസ് ഡയറക്ടേഴ്സ് ഉണ്ടാവാം. ഡയറക്ടറിനെ കമ്പനി ഒരിക്കലും ITR 1 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. പിന്നെ ഫോറിൻ ഇൻകമോ ഒരു NRIO ആണെങ്കിൽ, ഫോറിൻ ഇൻകം കിട്ടുന്ന വ്യക്തിക്കോ NRIO ആയ വ്യക്തികൾക്ക് ഒരിക്കലും ഈ പറയുന്ന ITR 1 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അല്ലെങ്കിൽ ഒരു റെസിഡൻ്റൽ ഇൻഡിവിജ്വൽ തന്നെ ആയിക്കോട്ടെ, അയാൾക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടെങ്കിൽ ഒരിക്കലും അത് ITR 1 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഓക്കെ. അപ്പോൾ ഇതിലിപ്പം ഡയറക്ടർ ഓഫ് എ കമ്പനി എന്ന് പറഞ്ഞു. അതെ, ഞാനിപ്പോൾ ഒരു ഡയറക്ടർ ഓഫ് എ കമ്പനിയാണ്, ഞാനതിൽ നിന്ന് സാലറി വിഡ്രോ ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു കേസിൽ നമ്മൾ ഏത് ടൈപ്പ് ഫോം ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ ഒരു കേസസ് വരുമ്പോൾ അങ്ങനെയാണ് നമ്മൾ ITR 1 നിന്ന് ITR 2 വരേണ്ടതായിട്ടുള്ള ആവശ്യകത. അതായത് ITR 1 ചെയ്യാൻ സാധിക്കാത്ത പല കാര്യങ്ങളും ITR 2 വരുമ്പോൾ പല ഇൻകംസും ഡിസ്ക്ലോസ് ചെയ്യും. അപ്പം ഒരു കാര്യം പറഞ്ഞാൽ, റെസിഡൻ്റൽ ഇൻഡിവിജ്വൽ ആണ് ITR 1 ഫയൽ ചെയ്യേണ്ടതെന്നാണ് കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പം NRIസിന് ഏത് ചൂസ് ചെയ്യാമെന്നൊരു സ്വാഭാവികമായിട്ടുള്ള ഒരു ഡൗട്ട് വരും. ആ സ്ഥാനത്താണ്, അവിടെയാണ് അപ്പോൾ NRI ആയിട്ടുള്ള വ്യക്തികൾ, റെസിഡൻഷ്യൽ സ്റ്റാറ്റസ് NRI, നോൺ റെസിഡൻ്റ് ഓർഡിനറി റെസിഡൻ്റ് ആവുന്ന വ്യക്തികൾ ITR 2 ഫയൽ ചെയ്യാനായിട്ട്, അതിൽ ITR 2 ചൂസ് ചെയ്യേണ്ടത്. ഇപ്പം ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞാൽ ഡയറക്ടർ ഓഫ് എ കമ്പനി ആവുന്ന സമയത്തും ITR 2 ചൂസ് ചെയ്യാം. അതിനകത്ത് ഇൻകത്തിൻ്റെ ബേസിൽ നമ്മൾ പോവുകയാണെങ്കിൽ ITR 1 നിന്ന് ഇൻകത്തിൻ്റെ ബേസ് ചെയ്ത് വ്യത്യസ്തമായിട്ട് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാലറിഡ് ആയ വ്യക്തി തന്നെ ആയിരിക്കാം, പക്ഷേ ആ വ്യക്തിക്ക് ക്യാപിറ്റൽ ഗെയിൻ ഉണ്ടാകാം, ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടി ഇൻകം ഉണ്ടാകാം. അപ്പം സാലറിഡ് ആയ വ്യക്തിയും ഒന്നിലധികം ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, മൂന്നാമായിട്ട് ക്യാപിറ്റൽ ഗെയിനും ഇൻകം ഫ്രം അതർ സോഴ്സ് ഉള്ള വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ITR 2 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനിയും പറയുന്ന നമ്മൾ പറഞ്ഞ ക്രൈറ്റീരിയയാണ് ITR 1 ഫയൽ ചെയ്യുമ്പോൾ 5,000 എന്ന ക്രൈറ്റീരിയ. ഇപ്പോൾ അഗ്രികൾച്ചർ ഇൻകം 5,000 പറയും. അഗ്രികൾച്ചർ ഇൻകം 5,000 മുകളിലോട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അയാൾ ചൂസ് ചെയ്യേണ്ട വ്യക്തി, ആ വ്യക്തി എന്ന് പറയുന്നത് ITR 2 തന്നെയാണ് ചൂസ് ചെയ്യേണ്ടതായിട്ട്. അത് ഇമ്പോർട്ടൻറ്റ്. റെസിഡൻ്റൽ ഇൻഡിവിജ്വൽ ഒരു ക്യാപിറ്റൽ ഗെയിൻ, അതായത് ഒരു സെയിൽ ഓഫ് സെക്യൂരിറ്റിയോ മറ്റോ സംഭവിക്കുകയാണെങ്കിൽ, സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് നടത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവരും ചൂസ് ചെയ്യേണ്ടത് ക്യാപിറ്റൽ ഗെയിൻ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ITR 2 ആണ് ചൂസ് ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ, ഒരു ക്യാപിറ്റൽ ഗെയിൻ ഉള്ള ഷെയർസ് ഉള്ള വ്യക്തി, ഷെയർസ് ഹോൾഡ് ചെയ്യുന്ന വ്യക്തി, ഒന്നിലധികം പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, സാലറിഡ് ആയിട്ടുള്ള വ്യക്തികൾ, NRIs എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്
അവർക്ക് മറ്റ് ബിസിനസ് ഇൻകം ഒന്നും ഇല്ലെങ്കിൽ എപ്പോഴും ഇച്ചിരി സിംപ്ലിഫൈഡ് ആയിട്ട് പോകാനായിട്ട് ITR 2 ആയിരിക്കും ചൂസ് ചെയ്യുന്നത് നല്ലത്. ഒരു പ്രത്യേകമായിട്ടൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഈ പറയുന്ന NRIസിൻ്റെ കേസിൽ ടാക്സ് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വളരെ മാൻഡേറ്ററി ആയിട്ട് ITR 2 3-4 വർഷങ്ങളായിട്ട് അത് വളരെ മാൻഡേറ്ററി ആയിട്ട് വരുന്നുണ്ട്. അതായത് അവർ ഏത് രാജ്യത്താണോ ആയിരിക്കുന്നത് അവിടുത്തെ ഒരു ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ITR 2 ഡിസ്ക്ലോസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് മറ്റ് ലീഗലി മറ്റ് പ്രശ്നങ്ങളൊന്നും എല്ലാവരും ഒരു ഭയപ്പെടുന്ന ഒരു ഏരിയയാണ്. വേറെ രാജ്യത്ത് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പ്രയാസങ്ങളൊന്നും ഇല്ല. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രയാസങ്ങളൊന്നും വരുന്നില്ല. ഒരു അവരവിടെ ആയിരിക്കുന്നു എന്നൊരു റെസിഡൻഷ്യൽ അതിനൊരു എവിഡൻസ് ആയിട്ടാണ് നമ്മൾ ITR 2 അത് ഡിസ്ക്ലോസ് ചെയ്യുന്നതായിട്ട് വരുന്നത്. ആർക്കൊക്കെയാണ് ITR 2 ഫയൽ ചെയ്യാൻ പറ്റാത്തത്? തീർച്ചയായിട്ടും ആദ്യം പറഞ്ഞ പോലെ തന്നെ ITR 2 ഫയൽ ചെയ്യാൻ പറ്റുന്നത് ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ആണ്. അപ്പോൾ ഈ ഇൻഡിവിജ്വൽസ് ആൻഡ് HUF ഹൂ ഈസ് ഏണിംഗ് ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. ബിസിനസ് ആൻഡ് പ്രൊഫഷനിൽ നിന്ന് ഇൻകമുള്ള ഇൻഡിവിജ്വൽസ് ആൻഡ് HUFന് ITR 2 ഫയൽ ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അവർക്ക് ഏതാണ് ഫോം ഫയൽ ചെയ്യാൻ പറ്റണം? അവിടെയാണ് നമ്മൾ ITR 3 കടന്നു വരുന്നത്. അപ്പം ITR 3 ഫയൽ ചെയ്യാൻ സാധിക്കുന്നത് ഒരു വ്യക്തി ഇൻഡിവിജ്വൽ ആൻഡ് HUF ഹു ഈസ് ഹാവിങ് എ ഇൻകം ഫ്രം ബിസിനസ് ആൻഡ് പ്രൊഫഷൻ. രണ്ടാമത് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൽ ഒരു പാർട്ട്ണറായിട്ട് ഒരാൾ ആക്ട് ചെയ്യുകയാണെന്ന് വിചാരിക്കാം. ആ വ്യക്തികൾ അതുപോലെ ഇൻകം ഫ്രം മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഇൻകം ഫ്രം സാലറി, ഇൻകം ഫ്രം മോർ ദാൻ 1 ഹൗസ് പ്രോപ്പർട്ടി, ക്യാപിറ്റൽ ഗെയിന്, ഇൻകം ഫ്രം അതർ സോഴ്സ് ലൈക്ക് ഈവൻ ഗ്യാംബ്ലിങ് മീൻസ് നമ്മൾ പറ്റത്തില്ല എന്ന് പറഞ്ഞ പോലെ തന്നെ ലീഗൽ ഗ്യാംബ്ലിങ് അല്ലെങ്കിൽ ഹൗസ് ഹോഴ്സ് റേസിങ്, ഈ വക ഇൻകംസ് ഉള്ള ആളുകളാണ് ITR 3 ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് ആൻഡ് പ്രൊഫഷണലുള്ള ആൾ മെയിൻലി നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ ഇൻകം ഉള്ള വ്യക്തികൾ. അതുപോലെ തന്നെ ഫോറിൻ ഇൻകം NRIസിന് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ് ITR 3. ഫോറിൻ ഇൻകമോ ഫോറിൻ അസറ്റ്സോ എന്തും ആയിക്കോട്ടെ, എന്തുണ്ടെങ്കിലും നമുക്ക് ITR 3 ആണ് എപ്പോഴും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ സാലറി മാത്രമുള്ള വ്യക്തികൾക്കും ITR 3 ചൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പറ്റും. പക്ഷേ വളരെ സിംപ്ലിഫൈഡ് ആയിട്ട് ഈസി ആയിട്ട് എപ്പോഴും ITR 1 ആണ് ഫയൽ ചെയ്യാനായിട്ട്. ഇപ്പം മാൻഡേറ്ററി ആയിട്ട് ITR 1 ഫയൽ ചെയ്യണം എന്നില്ല. ആ സാലറി മാത്രം 1 or 2 or 3 or 4 ഫയൽ ചെയ്യാം, ഈവൻ സാലറി മാത്രം ഉണ്ടെങ്കിൽ. പക്ഷേ ചെയ്യാൻ പാടില്ലാത്ത ചില ക്രൈറ്റീരിയസിൻ്റെ ബേസിലാണ് ITR 3 നമ്മൾ കടന്നു വരുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ITR 4 വരാം. എന്താണ് ITR 4 ഫോം? ആരൊക്കെയാണ് അത് ചൂസ് ചെയ്യേണ്ടത്? ITR 4 ചൂസ് ചെയ്യേണ്ടത് അതിന് ഒരു പേരിൽ കൂടെ നമ്മൾ ഇൻകം ടാക്സിൽ പറയുന്നുണ്ട്, ITR സുഖം എന്ന രീതിയിൽ സംസാരിക്കുന്നത്. ITR 4 എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒരു ഇൻഡിവിജ്വലോ HUFO അല്ലെങ്കിൽ ഫേംസ് ആണ്. ഫേംസ് പക്ഷേ അതർ ദാൻ LLPs, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഫേംസ്, ഈ പെടുന്ന അസസീസ് അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ആ പറയുന്ന അസസീസാണ് ചൂസ് ചെയ്യുന്നത്. എപ്പോഴും ഈ പറയുന്ന ITR ചൂസ് ചെയ്യുമ്പോൾ ടോട്ടൽ ഇൻകം 50 lakhsന് താഴെ ആയിരിക്കണം. പിന്നെ വരുന്നത് ഇൻകം ഫ്രം അതർ സോഴ്സുള്ള വ്യക്തികൾ, പിന്നെ പ്രിസംറ്റീവ് ഇൻകം ഉള്ള വ്യക്തികളാണ് ITR 4 ഇച്ചിരൂടെ ചൂസ് ചെയ്യുന്നത്. കുറച്ചുകൂടി കാരണം അവർക്ക് കുറച്ചുകൂടി ഈസിയാണ് ഇൻകം ഡിക്ലെയർ ചെയ്യാനായിട്ട്. പ്രിസംറ്റീവ് ഇൻകം കുറച്ചുകൂടെ എലാബറേറ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും? അതെ, ഈ പ്രിസംറ്റീവ് സെക്ഷൻ എന്ന് പറയുന്ന ഒരു വാസ്റ്റ് സെക്ഷനാണ്. അത് നമുക്കൊരു വളരെ ചുരുക്കത്തിൽ പറയാമെന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ പറയാം. പ്രിസംറ്റീവ് ഇൻകം എന്ന് പറയുന്നത് ഒരു സെക്ഷൻ 44AD എന്ന് പറയുന്ന ബിസിനസ്സാണ്, ചെറുകിട സ്മോൾ ബിസിനസ്. 44ADA പ്രൊഫഷണലാണ്, 44AE എന്ന് ട്രാൻസ്പോർട്ടേഴ്സ്. അതായത് ഈ പറയുന്ന ചെറുകിട ബിസിനസ്സുകളും അതുപോലെ തന്നെ പ്രൊഫഷണൽസും, അതായത് 2 കോടി വരെ ടേൺ ഓവറുള്ള വ്യക്തികൾക്ക് 44AD വരും. 44AD വരുന്ന 50 lakhs വരെ ഉള്ള പ്രൊഫഷണൽസ് ആൻഡ് 44A എന്ന ട്രാൻസ്പോർട്ടേഴ്സാണ്. ഈ വരുന്ന ആളുകൾക്ക് പറയുന്ന ITR 4 കുറച്ചുകൂടി സിംപ്ലിഫൈഡ് കമ്പയറിങ് ടു ബിസിനസ്സും പ്രൊഫഷണൽ കമ്പയറിങ് ടു ITR 3 കുറച്ചുകൂടി സിംപ്ലിഫൈഡ് ഫോമാണ് ITR 4 എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഈ ITR 4 ചൂസ് ചെയ്യാൻ പറ്റുമോ? തീർച്ചയായിട്ടും അതാണ് ITR 4 ചൂസ് ചെയ്യാൻ സാധിക്കും. ഒരു സാലറീഡ് ഇൻകം ആയിട്ടുള്ള വ്യക്തി, ഒരു ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഹൗസ് പ്രോപ്പർട്ടി ഉള്ള വ്യക്തി, പിന്നെ ഇൻകം ഫ്രം അതർ സോഴ്സും പ്രിസംറ്റീവ് ഇൻകം, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രിസംറ്റീവ് ഇൻകം ഉള്ള വ്യക്തികൾക്ക് ഈ പറയുന്ന ITR 4 ചൂസ് ചെയ്യാൻ സാധിക്കും. അതിനകത്ത് ക്രൈറ്റീരിയ 50 lakhs വരെ പറ്റത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞാൽ 50 lakhs മുകളിലോട്ട് വരുന്ന വ്യക്തികൾക്ക് അത് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല.
ഈ സാധിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ ആർക്കൊക്കെയാണ് ഈ ITR4 ചൂസ് ചെയ്യാൻ സാധിക്കാത്തത്? അപ്പം ആദ്യം പറഞ്ഞല്ലോ 50 lakhsന് മുകളിലോട്ട് വരുന്ന ആളുകൾക്ക് ചൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഡയറക്ടറിനെ കമ്പനി അല്ലെങ്കിൽ ഫോറിൻ ഇൻകം, ഫോറിൻ അസറ്റ്സ് ഉള്ള വ്യക്തികൾ, ഈ പറയപ്പെടുന്ന വ്യക്തികൾക്ക് ഒരിക്കലും ITR4 ചൂസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അവർക്ക് അപ്പം അതായത് ഒരു പ്രിസംറ്റീവ് ഇൻകം ഉള്ള വ്യക്തി തന്നെ ഫോറിൻ അസറ്റ്സോ ഫോറിൻ ഇൻകമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ITR3 അവർ ഓപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ അത് ഡിഫോൾട്ടായിട്ട് അത് വരികയും പ്രശ്നങ്ങളായിട്ട് വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അത് തീർച്ചയായിട്ടും അപ്പോൾ അത് അവർക്ക് പ്രിസംറ്റീവായിട്ട് ഇൻകം ഉള്ള വ്യക്തികൾക്ക് ITR3 ഫയൽ ചെയ്യാനായിട്ട് സാധിക്കും. ക്യാപിറ്റൽ ഗെയിനും അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ സാലറീഡ് ആയിട്ടുള്ള വ്യക്തി, ബിസിനസ് ഉള്ള വ്യക്തി, ക്യാപിറ്റൽ ഗെയിൻ ഉള്ള വ്യക്തി, NRI ആയിട്ടുള്ള വ്യക്തികൾക്കെല്ലാം ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ITR3 ആണ്. അപ്പം വളരെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഷെഡ്യൂൾസും കാര്യങ്ങളും ഉള്ളത് കൊണ്ട് അപ്പം അവർക്ക് വേണ്ടതായ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നമുക്ക് ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ആ നിലയിലാണ്. ഇപ്പോൾ ഇൻഡിവിജ്വൽസിൻ്റെ ഫോംസ് ഒക്കെ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കുറച്ച് ഫേംസിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ITR5 അതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ITR5 ഫയൽ ചെയ്യുന്ന എപ്പോഴും പാർട്ട്ണർഷിപ്പ് ഫേംസ്, അതായത് ഇൻക്ലൂഡിങ് LLPs, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ട്ണർഷിപ്സ്, BOI, ബോഡി ഓഫ് ഇൻഡിവിജ്വൽസ്, AOP, അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് ആണ് എപ്പോഴും ITR5 ചൂസ് ചെയ്യുന്നത്. മാൻഡേറ്ററി ഓഡിറ്റ് വരുന്ന കേസസ് ഒക്കെ എപ്പോഴും റിഗാർഡ്ലെസ് ഓഫ് ടേൺ ഓവർ ആണോ? റിഗാർഡ്ലെസ് ഓഫ് ടേൺ ഓവർ ഒരു ITR5 ഫയൽ ചെയ്യും. അപ്പം അതിനകത്ത് ITR5 പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഇത് ഒരിക്കലും ഇൻഡിവിജ്വൽസിനോ HUFനോ ചൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവർ എലിജിബിൾ അല്ല. അവർക്ക് തീർച്ചയായിട്ടും ഇൻഡിവിജ്വൽ ആൻഡ് HUF നമ്മൾ ITR1 to 4 വരെ ഉള്ള വ്യക്തി 4 വരെയുള്ള റിട്ടേൺസ് അല്ലെങ്കിൽ ITRs ഉണ്ട്. അതാണ് ചൂസ് ചെയ്യേണ്ട ITR5 തീർച്ചയായിട്ടും പാർട്ണർഷിപ്പ് ഫേംസിനും LLPസിനും ഉള്ളതാണ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ITR6ഉം ITR7 അധികമില്ലല്ലോ, അപ്പോൾ അതിനെപ്പറ്റി ഒന്ന് പെട്ടെന്നൊന്ന് പറഞ്ഞു പോകണമെങ്കിൽ. അതെ, ITR6 എപ്പോഴും കമ്പനീസ് അതർ ദാൻ എക്സെപ്ഷൻസ് സെക്ഷൻ 11 പ്രകാരം എക്സെപ്ഷൻസ് ക്ലെയിം ചെയ്യുന്ന പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്, അങ്ങനെ കമ്പനീസുകളാണ്, കമ്പനീസാണ് എപ്പോഴും ITR6 ഫയൽ ചെയ്യുന്നത്. മാൻഡേറ്ററിലി അവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി മാൻഡേറ്ററിലി റിട്ടേൺ കമ്പനീസ് ഫയൽ ചെയ്യണമെന്ന്. അപ്പം റിഗാർഡ്ലെസ് ഓഫ് ഇൻകം അവർ മാൻഡേറ്ററി ഓഡിറ്റിങ് കാര്യങ്ങളുള്ളതുകൊണ്ട് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അവസാനത്തെ ഫോമിലേക്ക് വരാം. ITR7 ആരൊക്കെയാണ് ഫയൽ ചെയ്യേണ്ടത്, അതിനെപ്പറ്റി ഒന്ന്. തീർച്ചയായിട്ടും എൻറ്റിറ്റീസ് ക്ലെയിമിംഗ് 139(4)A പ്രകാരം, 4B പ്രകാരം, 4C, 4D പ്രകാരമുള്ള എൻറ്റിറ്റീസ് ആണ് ITR7 ഫയൽ ചെയ്യുന്നത്. കുറച്ചുകൂടെ സിംപ്ലിഫൈഡ് ആയിട്ട് പറഞ്ഞാൽ ചാരിറ്റബിൾ റിലീജിയസ് ട്രസ്റ്റുകൾ, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റീസ്, കോളേജസ്, പൊളിറ്റിക്കൽ പാർട്ടീസ്, ഈ പറയുന്ന അസസീസ് ആണ്, നമ്മൾ അങ്ങനെ പറയാൻ പറ്റുന്ന അസസീസ് ആണ് ITR7 ഫയൽ ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും ഇതാണ് നമ്മുടെ ഒരു ഇൻകം ടാക്സ് ആക്ടിൽ പറഞ്ഞിരിക്കുന്ന 7 തരത്തിലുള്ള ITRs, ITR1 to 7. അതാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ അല്ലെങ്കിൽ ഒരു ഡിസ്കഷനിൽ നമ്മൾ സംസാരിച്ചത്. നമ്മൾ ITR ഫോംസിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ സ്ഥിതിക്ക് ഇതിൻ്റെ ഒരു എപ്പോഴാണ് ഇത് ഫയൽ ചെയ്യേണ്ടത്, ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻസിനെ പറ്റി, അതിപ്പം ഇൻഡിവിജ്വൽസ് ആയിക്കോട്ടെ ഫേംസ് ആയിക്കോട്ടെ, ഇതിൻ്റെ ഒരു ഡെഡ് ലൈൻ എങ്ങനെയാണ് വരുന്നത് യൂഷ്വലി എല്ലാ അസസ്മെൻറ്റ് ഇയറിൽ? അതായത് ഞാൻ ഈ ഡ്യൂ ഡേറ്റ്സിനെ പെട്ടെന്ന് തന്നെ 2 തരത്തിൽ തിരിച്ചുകൊണ്ട് ഞാൻ പെട്ടെന്ന് എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പം ഒരു ഇൻഡിവിജ്വൽസ് HUF അല്ലെങ്കിൽ AOP BOI ഡസ് നോട്ട് റിക്വയർ ഓഡിറ്റിംഗ് റിക്വയർ ചെയ്യാൻ ആവശ്യം വരുന്നില്ലെങ്കിൽ അല്ലാത്ത സ്ഥിതിയിൽ ഒരു ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തതിന് ശേഷം സക്സീഡിങ് ഇയറിലെ ഫിനാൻഷ്യൽ ഇയറിൽ 31 ജൂലൈ ആണ് ഡെഡ് ലൈൻ എന്ന് പറയുന്നത്. ഇനിയും ഏതെങ്കിലും ബിസിനസ് റിക്വയറിങ് ഓഡിറ്റ് ലിമിറ്റ്, അത് വേറൊരു ടോപ്പിക്ക് തന്നെയാണ്. ഓഡിറ്റ് റിക്കവർ ചെയ്യുന്ന കേസസ് ആണെങ്കിൽ 31 ഒക്ടോബർ ആണ് ഈ ഫിനാൻഷ്യൽ ഇയറെ സംബന്ധിച്ചിടത്തോളം 31 ഒക്ടോബർ ആണ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന ഡ്യൂ ഡേറ്റ്സ്. ഈ ഡ്യൂ ഡേറ്റ്സുകൾ ചില കേസസിൽ ചേഞ്ചുകൾ ഉണ്ടാകാം. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റുകൾ എക്സ്റ്റൻഷൻ അതനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ ആക്റ്റിൽ പറയുന്ന ഡേറ്റുകൾ, ഡ്യൂ ഡേറ്റ്സുകൾ സക്സീഡിങ് 31 ജൂലൈയും ഒക്ടോബറുമായിട്ടാണ് റിട്ടേൺ ഫയലിംഗ് ആവശ്യമായിട്ട് വരുന്നത്. ഈ സെക്ഷൻസ് കഴിഞ്ഞ സ്ഥിതിക്ക് എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു പലരിൽ നിന്ന്. അപ്പോൾ അത് കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നമുക്കൊന്ന് തീർച്ചയായിട്ടും വന്നതിനെ പറ്റി ചോദിക്കാം. തീർച്ചയായിട്ടും. അതായത്
അപ്പം ഞാൻ സാലറി വാങ്ങിക്കുന്ന ഒരാളാണ്. അതെ. ഞാൻ ട്രേഡ് ചെയ്യാറുണ്ട്, സ്റ്റോക്ക് ട്രേഡ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് ഫോമാണ് ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ട്രേഡിംഗ് കൂടെ ഉണ്ടെങ്കിൽ അത് റെസിഡൻറ്റൽ ഇൻഡിവിജ്വലോ NRI ആയിക്കോട്ടെ, അവരെപ്പോഴും ITR 2 ചൂസ് ചെയ്യുന്നതായിരിക്കും ഉചിതമായിട്ടുള്ള കാര്യം. അതാണ് ITR 2 ആയിരിക്കും നല്ലത്. ഓക്കെ. ഇനിയിപ്പോൾ ഞാനൊരു സാലറിയുടെ ആളാണ്. ശരി, സൈഡിലൊരു യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനൽ വഴി ഞാൻ ബ്രാൻഡ് ഡീൽസ് ചെയ്യാറുണ്ട്. ഓക്കെ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻകം വരുന്നത്? എങ്ങനെയാണ് അതിൻ്റെ ഒരു ഏത് ടൈപ്പ് ITR ആണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്? തീർച്ചയായിട്ടും ആ സ്ഥാപനത്ത് നമുക്ക് ITR 3 ചൂസ് ചെയ്യണമായിരിക്കും എപ്പോഴും ഉചിതമായിട്ടൊരു ITR എന്ന് പറയുന്നത്. ITR 3 ആണ്. അപ്പം ഞാനൊരു NRI ആണ്. ഞാൻ എനിക്കൊരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയുടെ ഡയറക്ടറോടാണ്. അപ്പോൾ അതിൽ നിന്നും ഞാൻ സാലറി ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് ടൈപ്പ് ഫോം ആയിരിക്കും ഫയൽ ചെയ്യേണ്ടത്? ITR 2N ഫയൽ ചെയ്താൽ മതിയായിരിക്കും. ITR 2. ഓക്കെ. ഇനിയിപ്പോൾ എനിക്ക് ഇൻകം ഒന്നുമില്ല, ലൈക്ക് വേറെ സാലറിഡോ അങ്ങനത്തെ ഇൻകംസ് ഒന്നുമില്ല, ജസ്റ്റ് FD ഇൻട്രസ്റ്റ് മാത്രമുണ്ട്. പക്ഷേ എനിക്കതിന് TDS ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിന് റീഫണ്ട് കിട്ടാൻ വേണ്ടി ഏത് ITR ആയിരിക്കും ചൂസ് ചെയ്യേണ്ടത്? ITR 2 ഫയൽ ചെയ്താൽ മതിയായിരിക്കും. ITR 2. ഓക്കെ. അതേപോലെ എനിക്ക് ഈ ഇൻകം ഒന്നുമില്ല, ലൈക്ക് സാലറിഡ് ഇൻകം അങ്ങനത്തെ ഇൻകംസ് ഒന്നുമില്ല. പക്ഷേ എനിക്കുള്ള FDയിൽ ഇൻട്രസ്റ്റ് ഡിഡക്റ്റ് ചെയ്യും, TDS ഡിഡക്റ്റ് ചെയ്യും. അപ്പം അങ്ങനെയുള്ള കേസിൽ ഈ TDS റീഫണ്ട് ചെയ്യാൻ വേണ്ടി ഏത് ടൈപ്പ് ITR വേണം ഫയൽ ചെയ്യാൻ? അവിടെ ഒരു ക്രൈറ്റീരിയയോട് നോക്കണം. നിങ്ങൾ റെസിഡൻറ്റൽ ഇൻഡിവിജ്വൽ ആണോ നോൺ റെസിഡൻറ്റൽ ഇൻഡിവിജ്വൽ ആണെന്ന് ക്രൈറ്റീരിയ. രണ്ട് കേസസിലും എങ്ങനെയായിരിക്കും? റെസിഡൻറ്റൽ ഇൻഡിവിജ്വൽ ആണെങ്കിൽ നിങ്ങൾ ITR 1 ഫയൽ ചെയ്താൽ മതിയാവും. ഈ നോൺ റെസിഡൻസ് ആണെങ്കിൽ നിങ്ങൾ ITR 2 ഫയൽ ചെയ്യുന്നതായിരിക്കും എപ്പോഴും ഉചിതമായിട്ടൊരു കാര്യം. ശരി, ഓൾ റൈറ്റ്. അപ്പം നിങ്ങളൊരു NRIയോ ഒരു ഇൻഡിവിജ്വലോ സാലറിഡ് പേഴ്സണോ ട്രേഡറോ നിങ്ങളൊരു പ്രോപ്പർട്ടി വിൽക്കുകയോ എന്തോ ആയിക്കോട്ടെ, നിങ്ങളുടെ സംശയങ്ങൾക്കൊക്കെ ഏകദേശം ഒരു ധാരണ ആയിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ ITR ഫോംസ് എന്തൊക്കെയാണ്, ആരൊക്കെയാണ്, ഏതൊക്കെ ITR ഫോംസാണ്, ആരൊക്കെയാണ് ഏതൊക്കെ ITR ഫോംസ് ചൂസ് ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനെപ്പറ്റി കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനി ഇതുപോലുള്ള കണ്ടൻറ്റുകൾക്ക് വേണ്ടി പ്ലീസ് ഫോളോ ടാക്സ് ടെയിൽസ് ബൈ SES ഓൺ all social media platforms. Thank you.